ഒരു റാങ്ക് ലിസ്റ്റ് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. കാരണം ഞാൻ അത്രയും വാശിയോടെ ആ ഒരു 10ൻ്റെ ഉള്ളിൽ വരണം എന്നുള്ളൊരു വാശിയിൽ പഠിച്ചതായിരുന്നു. ഹായ്, എൻ്റെ പേര് രേഷ്മ. ഞാൻ മലപ്പുറം ജില്ലയിലെ താനൂർ സ്വദേശിനിയാണ്. അപ്പം ഞാൻ HSTക്ക് കോച്ചിങ്ങിന് ചേരുന്ന സമയത്ത് എനിക്ക് കൺഫ്യൂഷനായിരുന്നു എവിടെ ചേരണം എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫ്രണ്ടാണ് എയ്സ് പറഞ്ഞത്. അങ്ങനെ എയ്സിൽ ജോയിൻ ചെയ്തു. അപ്പം എനിക്കൊരു വാശിയായിരുന്നു, ഫസ്റ്റ് ഒരു 10 റാങ്കിൻ്റെ ഉള്ളിൽ വരണം എന്നുള്ളൊരു വാശിയായിരുന്നു എയ്സിൽ ജോയിൻ ചെയ്തത്. ഞാൻ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 1 ഇയറാണ് എനിക്ക് 1 ഇയറോളം എനിക്ക് സമയം കിട്ടി. അപ്പം ആ ഒരു സമയത്ത് എയ്സിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുമ്പം എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഇവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അത് ഞാൻ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഞാനത് കൃത്യമായിട്ട് ഫോളോ ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് റാങ്ക് ലിസ്റ്റ് വന്നപ്പം 6ാമത്തെ റാങ്കിലെത്താൻ പറ്റി. ആ ഒരു റാങ്ക് ലിസ്റ്റ് കണ്ട സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു. കാരണം ഞാൻ അത്രയും വാശിയോടെ ആ ഒരു 10ൻ്റെ ഉള്ളിൽ വരണം എന്നുള്ളൊരു വാശിയിൽ പഠിച്ചതായിരുന്നു. അതങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റിയപ്പോൾ ഫസ്റ്റ് ഞാൻ കരയാണ് ചെയ്തത്. ഇപ്പം അത് പറയുമ്പോഴും എൻ്റെ കണ്ണെന്ന് അറിയുന്നുണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയിലൊന്നും അങ്ങനെ ആരും ഇതുവരെ PSC കിട്ടിയവരൊന്നും ഇല്ല. അപ്പം മൊത്തത്തിൽ ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള മൊമെൻ്റ് ആയിരുന്നു അത്, ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. PSC ഒന്നും ഫസ്റ്റ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. പിന്നെ ഞാൻ UPST എഴുതിയത് ജസ്റ്റ് വീട്ടിലിരുന്ന് പഠിച്ചുകൊണ്ട് എഴുതിയതാണ്. എഴുതിയപ്പം ഞാൻ റാങ്ക് ലിസ്റ്റിലൊന്നും വന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് അത്യാവശ്യം മോശമില്ലാത്തൊരു സ്കോർ എത്തിയപ്പോൾ എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായി, എന്നെക്കൊണ്ട് പറ്റും ഇത് എന്നുള്ളത്. അങ്ങനെയാണ് HSTക്ക് വിളിച്ചപ്പോൾ ഞാൻ PSC കോച്ചിങ്ങിന് ചേരാൻ തീരുമാനിച്ചതും. PSCയിലോട്ട് ഞാൻ ഈ ഒരു HST വിളിച്ചപ്പോൾ മാത്രമാണ് PSCയെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും. അതിൽ തന്നെ എനിക്ക് വരാനും സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ എയ്സിലെ ഓൺലൈൻ കോച്ചിങ്ങിനാണ് ചേർന്നത്. ആ സമയത്ത് എയ്സ് ആപ്പ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയമാണ്. ഇപ്പോൾ തുടക്കത്തിൽ ഒരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എയ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടുത്തെ ടീച്ചേഴ്സിനെ വിളിച്ച് പറയുമ്പോൾ അവരത് കൃത്യമായിട്ട് റെക്ടിഫൈ ചെയ്ത് തരുകയും ചെയ്തു. അത് കൂടുതൽ ഇമ്പ്രൂവ് ആവുകയും ചെയ്തു. ആ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവർക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ഞങ്ങൾക്ക് തരാൻ പറ്റുമോ, ഞങ്ങൾക്ക് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ക്ലാസ്സസ് വീണ്ടും കാണാനുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ യൂസ്ഫുള്ളായിരുന്നു. എനിക്ക് ചെറിയ മോനായിരുന്നു, അവനെ ഇട്ടിട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിന് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓൺലൈൻ ആ ഒരു പ്ലാറ്റ്ഫോം വളരെ യൂസ്ഫുള്ളായിരുന്നു എയ്സിൻ്റെ. ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ സമയത്ത് എനിക്കിഷ്ടമായിരുന്നു, ആദ്യം ടീച്ചർ ആവണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം ഞാൻ ആ ഒരു 2 വർഷം ഞാനൊരു CBSE സ്കൂളിൽ വർക്ക് ചെയ്തു. അപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഡ്രീം മൊമെൻ്റാണ് ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. ഞാൻ സാധാരണ സ്കൂളിൽ പഠിച്ചു വളർന്ന ആളാണ്. അപ്പോൾ അത്തരത്തിലൊരു ഗവൺമെൻറ് സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രീമായിരുന്നു. ആ ഡ്രീമിലേക്ക് എത്തിച്ചേരുമ്പം എന്താ പറയുക, പറയുമ്പോൾ തന്നെ ഗൂസ് ബംസാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് ദൈവത്തിനും എൻ്റെ വീട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.